പന്തീരാങ്കാവിൽ ഭർതൃഗൃഹ വീട്ടിൽ പീഡനത്തിനിരയായ യുവതിയുടെ അച്ഛൻ ഹരിദാസ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു അന്ന് ആ ഒരു വിവാഹത്തിന് ശേഷം ഒരാഴ്ചക്കിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിട്ടുള്ളത്? അതായത് മെയ് 5-ാം തീയതി ഗുരുവായൂർ വെച്ചാണ് എൻ്റെ മകളുടെ വിവാഹം. ആ വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ അവർ വരൻ്റെ വീട്ടിലേക്ക് പോവുകയും 9-ാം തീയതി വ്യാഴാഴ്ച എൻ്റെ വീട്ടിൽ ഒരു റിസപ്ഷൻ നടത്തുകയുണ്ടായി. അതിനുവേണ്ടി അവർ 8-ാം തീയതി രാത്രി എൻ്റെ വീട്ടിൽ വരികയും 9-ാം തീയതി റിസപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം 10-ാം തീയതി രാത്രി അവർ കോഴിക്കോടേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങളുടെ ഒരു ചടങ്ങുണ്ട്, അടുക്കള കാണൽ അല്ലെങ്കിൽ വീട് കാണൽ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടി 12-ാം തീയതി ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ 12-ാം തീയതി 12 മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മകള് ഞങ്ങളെ പ്രതീക്ഷിച്ചാൽ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരിക്കും, വാതിൽക്കൽ നിൽപ്പുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവളെ കണ്ടില്ല. സാരമില്ല, ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ മകളെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മകള് ഡ്രസ്സ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ശരി, വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകള് ഇങ്ങനെ വരുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാലും എൻ്റെ മകളാണ് എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അവളുടെ മുഖം അത്ര വികൃതമായിരുന്നു. ഇങ്ങനെ തല ഇങ്ങനെ വല്ലാതെ മുഴച്ചിട്ടുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതിന് പാടുണ്ടായിരുന്നു. അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, എന്താണ് മകളെ നിനക്ക് ഈ സംഭവിച്ചത്? അവൾ പറഞ്ഞു, ബാത്റൂമിൽ വീണതാണെന്ന്. അപ്പോൾ ഈ വരൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും ബാത്റൂമിൽ വീണതാണോ? അതെ, ബാത്റൂം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. എക്സ്റേ എടുത്തോ? ഇല്ല. പിന്നെ ആ മരുന്നിൻ്റെ ചീട്ടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൽ ഹെഡിനും നെക്കിനും ഒക്കെ പരിക്ക് ഉള്ളതായിട്ട് അതിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട്. ബാത്റൂമിൽ വീണതാണെന്നാണ് ഡോക്ടർ അതിൽ എഴുതിയിരിക്കുന്നത്. ശരി, എനിക്ക് ബലമായ സംശയം ഉണ്ടാവുകയും ഞാൻ വീണ്ടും എടുത്തെടുത്ത് ഈ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ പതുക്കെ അവൾ പറഞ്ഞ്, എന്നെ രാഹുൽ മർദ്ദിച്ചതാണ്. എന്നെ ആദ്യം മുഷ്ടി ചുരുട്ടി ഇടിച്ചതിൻ്റെ മുഴയാണ് ഈ കാണുന്നത്. പിന്നീട് തലക്ക് പല ഭാഗത്തും അതേപോലെ ചെയ്തു. പിന്നീട് ഈ കീഴ്ച്ചുണ്ട് വലിച്ച് താഴെ ഇറക്കിയിട്ട് അവൻ ഈ നഖം അതിൻ്റെ ഉള്ളിൽ അമർത്തി. പിന്നീട് മൊബൈൽ ചാർജറിൻ്റെ വയറുണ്ടല്ലോ, അതുകൊണ്ട് കഴുത്ത് ചുറ്റി അവൻ വലിച്ചു. പിന്നീട് അവളെ കുനിച്ചു നിർത്തി പുറത്തിടിച്ചു. പിന്നീട് അവളോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവളെ പിടിച്ച് ബെൽറ്റ് കൊണ്ട് പിന്നെ അടിച്ചു. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ മകളെ നിർത്തിക്കൂ, ഞാൻ ഇവരോടായിട്ട് പറഞ്ഞു, മകളെ ഇനി ഇവിടെ നിർത്തുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തു. ഇതിനുള്ളൊരു കാരണമായിട്ട് എന്താണ് പറയുന്നത്? സ്ത്രീധനത്തിന് ഈ അമ്മയും ഒരു സഹോദരിയുണ്ട്. അപ്പോൾ ഇവളോട് പറയാറുണ്ട്, എൻ്റെ മകൻ ഇതിൽ കൂടുതലൊക്കെ സ്ത്രീധനം കിട്ടുമായിരുന്നു, കാറൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ ഇവളോട് പറയുന്നുണ്ട്. ഇവൻ നേരത്തെ തന്നെ ഈ സ്ത്രീധനം ചോദിച്ചായിരുന്നു. നേരത്തെ അവർ ഇത്ര വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തു. അത് അവർക്ക് പോരാന്നുള്ള ഒരു രീതിയാണ് ഇവളോട് പ്രകടിപ്പിച്ചത്. ഇവൻ അന്ന് ഈ മർദ്ദനം നടത്തുന്ന സമയത്ത് ഇവൻ മദ്യലഹരിയിലായിരുന്നു. രാത്രി 2 മണിക്ക് ശേഷമാണ് ഇവർ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് വന്ന ഉടനെ അമ്മയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് 1 മണിക്കൂർ വാതിലടച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ റൂമിൽ വന്ന് മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഒരു പ്രധാന കക്ഷിയാണിതിൽ. അമ്മയുടെ നിർദ്ദേശവും ഉപദേശവും അവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് മദ്യലഹരിയിൽ ഈ സ്ത്രീധനത്തെ സംബന്ധിച്ച് തികട്ടി വന്ന് അവളെ മർദ്ദിച്ചത്. കേസ് ബന്ധപ്പെട്ട് എന്താണ് അപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്? പന്തീരാങ്കാവ് കേസിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മർദ്ദനം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് 307 ആണ്. പക്ഷേ അതിൽ 324A ഗാർഹിക പീഡനം എന്നുള്ള ആ രീതിയാണ്. അതായത് ജാമ്യം കിട്ടാവുന്ന രീതിയാണ്. പക്ഷേ ഇതിന് ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത വകുപ്പാണ് ഇടേണ്ടിയിരുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് അവിടെ ഇട്ടില്ല. രാഹുൽ ഉടൻ ജർമ്മനിയിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? രാഹുൽ 26-ാം തീയതി പോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ വളരെ തിടുക്കത്തിലായിരുന്നു ഈ വിവാഹം. അപ്പോൾ എനിക്കതിന് തിടുക്കത്തിൽ നടത്താനായിട്ടുള്ള കപ്പാസിറ്റി ആയിരുന്നില്ല. കാരണം ഒന്ന്, എൻ്റെ ഭാര്യ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ കല്യാണത്തിന് തിക്കിലും തിരക്കിലും പെടാനായിട്ട് ഞാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ഏതായാലും നമുക്ക് 26 വയസ്സായ കുട്ടി, അപ്പോൾ നമുക്ക് കല്യാണം എങ്ങനെയും നടത്താം എന്ന് തീരുമാനിച്ച് കല്യാണം മെയ് 5-ാം തീയതി നടത്തുകയായിരുന്നു. മാട്രിമോണി വഴിയാണോ? അങ്ങനെ മാട്രിമോണി വഴിയാണ്, അറേഞ്ച്ഡ് വിവാഹമാണ്. ഇപ്പോൾ SP എന്താണ് ഇവിടെ പറഞ്ഞത്? SP ഇല്ല, അഡീഷണൽ SP ആണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അതായത് കോഴിക്കോട് SP ക്ക് അത് ഫോർവേഡ് ചെയ്യണം.
അവിടെയാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മൊഴിയെടുക്കാനായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ അത് 307 ആവാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് പരാതി നൽകിയല്ലോ. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 307 ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വനിതാ കമ്മീഷന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ യുവതിയായിട്ട് ബന്ധപ്പെട്ടോ? വീടുകാരായിട്ട് ബന്ധപ്പെട്ടോ? ഇല്ല, ബന്ധപ്പെട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പാണ് ഇത് ഇമെയിൽ ചെയ്തത്. അപ്പോൾ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ. പിന്നെ അവർ അതിനെക്കുറിച്ച് ചിലപ്പോൾ എന്നോട് ചോദിക്കുമായിരിക്കാം. രാഹുൽ ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു വിഷയമല്ല, അത് പറഞ്ഞിട്ടുണ്ടോ? അത് രാഹുൽ ജർമ്മനിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു നടപടിക്രമം ഇത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. യുവതിയുടെ അച്ഛൻ ഹരിദാസാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. SP-ക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വനിതാ കമ്മീഷന് ഇപ്പോൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ ഒരു രീതിയിൽ അവരുടെ അന്വേഷണം വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനോടൊപ്പം PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.